വന്ന് മക്കളെ വന്ന് അവസാനം നമ്മൾ അന്വേഷിച്ച് നടന്ന സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് എന്താണെന്നുള്ളത് അൺലോക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് ആക്ച്വലി ഒരു മാജിക് ജോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കമ്പനിയുടെ ഒരു ബ്രാൻഡിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ടറാണ് കേട്ടോ. അവരവകാശപ്പെടുന്ന കുറേ വാദങ്ങളുണ്ട്. മീൻസ് ഇത് സ്ക്രാച്ച് പ്രൂഫാണ്, വാട്ടർ റിപ്പലൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനിത് ഒരുപാട് ഓൺലൈനിലൊക്കെ നോക്കിയിട്ടും ഇതിൻ്റെ റിവ്യൂസൊക്കെ ഞാൻ ഒരുപാട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പോസിറ്റീവ് റിവ്യൂ. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേനും മലയാളത്തിൽ അതിനൊരു റിവ്യൂ ഇല്ല. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടിട്ടാണ്. അപ്പോൾ ഞാൻ അത് അൺലോക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞത് ഒരു വെറ്റ് വൈപ്പ്, പിന്നെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത്, പിന്നെ ഒരു ഡസ്റ്റ് റിമൂവൽ സ്റ്റിക്കർ, പിന്നെ അവരുടേതായ കുറച്ച് എന്താ പറയുക എങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫോണ്, ഐഫോൺ 16 പ്ലസ്. നമുക്കിതിൽ പഴയ സ്ക്രീൻ ഗാർഡ് അങ്ങോട്ട് മാറ്റിയിട്ട് പുതിയത് നമ്മുടെ മാജിക് ജോണിൻ്റെ സ്ക്രീൻ ഗാർഡ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടിയ വൈപ്പർ, ഇതിൻ്റെയൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കാരണം ഇതിൽ തന്നെ നമ്മൾ ഇതിനൊരു ഫ്രെയിമോട് കൂടിയാണ് വരുന്നത്. അത് നമ്മുടെ ഫോണിൽ ഡയറക്റ്റ് വെച്ചിട്ട് നമുക്ക് അതിനകത്തുനിന്നൊരു ഡസ്റ്റ് റിമൂവർ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റിക്കർ വരുന്നുണ്ട് അതിൽ. അത് വലിക്കുമ്പോൾ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഇതിനകത്തുള്ള ഗ്ലാസ് ഇൻ കേസ് ഡസ്റ്റ് ഉണ്ടെങ്കിൽ പോലും അത് പോവും എന്നാണ് പറയുന്നത്. എന്നിരുന്നാൽ കൂടി നമുക്ക് എന്തായാലും നമ്മുടെ സാധാരണ നമ്മൾ സ്ക്രീൻ ഗാർഡൊക്കെ ഒട്ടിക്കുന്ന നമ്മുടെ ഒരു ട്രഡീഷണൽ രീതിയിൽ കൂടെ തന്നെ നമുക്ക് പോവാം. വൈപ്പ് ഫസ്റ്റ് നമ്മുടെ വെറ്റ് വൈപ്പ് ചെയ്തു, പിന്നീട് അതിൻ്റെ മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ട് വൈപ്പ് ചെയ്തു. അതിനുശേഷം നമ്മുടെ ആ സ്റ്റിക്കർ വെച്ചിട്ട് ഡസ്റ്റ് റിമൂവിങ് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മൾ അതങ്ങോട്ട് ഫുള്ളായിട്ട് അതിനകത്തുള്ള ഡസ്റ്റ് മൊത്തം മാറ്റി. ഇനിയാണ് നമ്മുടെ മാജിക് എന്ന് പറയുന്ന സാധനം. അതിൻ്റെ ഒരു സ്ട്രക്ചർ വരും. നമുക്ക് അതിലോട്ട് ഫോൺ വയ്ക്കുമ്പോൾ അത് കറക്റ്റ് എക്സാക്റ്റായിട്ട്, മീൻസ് നമ്മൾ സാധാരണ സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കുമ്പോഴത്തേനും നമുക്ക് അതിൽ ചെറുതായിട്ടൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ആ കറക്റ്റ് നമ്മുടെ മോഡൽ ഏതാണോ അതിന് പറ്റിയ അതിൻ്റെ ഒരു ഔട്ടർ ഫ്രെയിമോട് കൂടി. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഗ്ലാസ് അങ്ങോട്ട് മാറിപ്പോയിന്നോ അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറിപ്പോയോ എന്നുള്ളൊരു ടെൻഷനേ നമുക്ക് വരുന്നില്ല. നമ്മളതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റിക്കർ നമ്മൾ റിമൂവ് ചെയ്യുമ്പോൾ അതിലാണ് നമുക്ക് ഈ എന്താ പറയുക ഡസ്റ്റ് റിമൂവർ വരുന്നത്. രണ്ടാമത് നമ്മൾ ഏറ്റവും താഴെ കാണുന്നത് അതിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യണമല്ലോ, രണ്ടാമത് മറ്റൊരു സ്റ്റിക്കറുണ്ട്, അതിനെ മുകളിലോട്ട് അങ്ങോട്ട് ഇളക്കി മാറ്റുക. അത് കഴിയുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി നമുക്ക് തന്നെ കാണാൻ പറ്റും. അത് വളരെ സ്ലോവിലി ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ അത് കറക്റ്റായിട്ട് പേസ്റ്റായി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അത് കഴിയുമ്പോൾ അതിൽ ചെറിയ ചെറിയ ബബിൾസൊക്കെ ഉണ്ടാവും. അത് നമുക്ക് മാനുവലി കൈ വെച്ചിട്ട് വേണമെങ്കിലും റിമൂവ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക് വൈപ്പറും അതിൻ്റെ കൂടെ വരുന്നുണ്ട്, അത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് കഴിഞ്ഞു. വാട്ടർ റിപ്പലൻസി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നോക്കാം. രക്ഷയില്ല മോനെ. ഇതാ വെള്ളം കോരി ഒഴിച്ചിട്ട് കൂടി അതിൽ വെള്ളം ഇങ്ങനെ ചേമ്പലയിൽ വെള്ളം വീഴാൻ പോലെ പോകുന്നു. ഇനി നമുക്ക് അടുത്ത സ്ക്രാച്ച് റെസിസ്റ്റൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കാം. ഓയ്യോ, പോളി.